നമസ്കാരം. വോട്ടിരട്ടിപ്പുമായി ബന്ധപ്പെട്ട് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ട കണ്ടെത്തലുകൾ തള്ളാനും കൊള്ളാനും വയ്യാതെ CPM. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം സംസ്ഥാനത്ത് പലയിടത്തും കോൺഗ്രസ് CPMനെതിരെ ആരോപിച്ച രീതിയിലുള്ള വിഷയങ്ങൾ തന്നെയാണ് മഹാരാഷ്ട്രയിലും കർണാടകയിലും നടന്നതെന്നാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം അഭിപ്രായപ്പെട്ടത്. രാഹുൽ ഗാന്ധിയുടെ വാർത്ത ബംഗാളിൽ CPM മുഖപത്രമായ ഗണശക്തിയിൽ ഒന്നാം പേജിൽ പ്രധാന വാർത്തയായപ്പോൾ കേരളത്തിൽ ദേശാഭിമാനിയിൽ ഒന്നാം പേജ് വാർത്ത തീവ്രവർധനയാണ്. മഹാരാഷ്ട്രയിൽ 40 ലക്ഷം ദുരൂഹ വോട്ടർമാരുണ്ടായിരുന്നുവെന്നും അവിടെ അസാധാരണ പോളിംഗാണ് നടന്നതെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. 5 മണി കഴിഞ്ഞപ്പോഴാണ് പോളിംഗ് പലയിടത്തും കുതിച്ചുയർന്നത്. CCTV ദൃശ്യങ്ങൾ പലയിടത്തും ലഭ്യമായില്ല. 40,009 തെറ്റായ മേൽവിലാസങ്ങൾ കോൺഗ്രസ് അന്വേഷണത്തിൽ കണ്ടെത്തിയെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു. കഴിഞ്ഞ വർഷം ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരുന്ന അടൂർ പ്രകാശും CPMനെതിരെ സമാനമായ ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. കേരളത്തിൽ വിവിധ ജില്ലകളിൽ CPMന് പലപ്പോഴായി നേരിടേണ്ടി വന്ന ആരോപണമാണ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം BJPക്ക് നേരെ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാഹുലിനെ അനുകൂലിക്കാൻ CPM മുതിർന്ന നേതാക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല. വിശദീകരണ യോഗങ്ങളിൽ BJPയുടെ തട്ടിപ്പായി ഉയർത്തിക്കാണിക്കാമെങ്കിലും കോൺഗ്രസിനെ അനുകൂലിക്കാനാകില്ലെന്ന നിലപാടാണ് നേതാക്കൾക്കുള്ളത്. ഭരണം നഷ്ടമായ ബംഗാളിലെ CPM മുഖപത്രമായ ഗണശക്തിയിൽ രാഹുൽ ഗാന്ധിയുടെ ചിത്രമടക്കം ഒന്നാം പേജിൽ പ്രധാന വാർത്തയാണ് വോട്ട് തട്ടിപ്പ്. എന്നാൽ കേരളത്തിൽ ദേശാഭിമാനിയിൽ ഒന്നാം പേജിലെ പ്രധാന വാർത്ത തീവ്രവർധനയെ തുടർന്ന് ട്രംപിനെതിരെ CPM തെരുവിൽ പ്രതിഷേധിക്കുമെന്നതാണ്. അതേസമയം CPM ഈ വിഷയത്തെ ഗൗരവത്തോടെ കാണുന്നതായി മുതിർന്ന നേതാക്കളും പ്രതികരിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിലടക്കം നിരവധി പേർ ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പോസ്റ്റുകൾ എഴുതിയിട്ടുണ്ട്. ബാബുരാജ് കൃഷ്ണൻ എന്നയാൾ ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: രാജ്യത്തെയല്ല ലോകത്തെ ഞെട്ടിച്ച വാർത്താ സമ്മേളനമാണ് ഇന്നലെ രാഹുൽ ഗാന്ധി ഡൽഹിയിൽ നടത്തിയത്. പവർ പോയിന്റ് പ്രസന്റേഷനോടെ ഇതുപോലൊരു വാർത്താ സമ്മേളനം ഇന്ത്യയിലെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് നടത്തിയതായി ഓർമ്മയില്ല. ഇന്നിറങ്ങിയ ദേശീയ പ്രാദേശിക പത്രങ്ങളിൽ മിക്കതിലും ജനാധിപത്യത്തിന്റെ കൊലയും വോട്ട് മോഷണവുമാണ് പ്രധാന വാർത്ത. കേരളത്തിൽ ഇറങ്ങിയ പത്രങ്ങളിൽ ഇത് പ്രധാന വാർത്ത ആക്കാത്തത് 2 പത്രങ്ങൾ മാത്രം: ദേശാഭിമാനിയും ജന്മഭൂമിയും. ദേശാഭിമാനി പ്രചാരത്തിൽ സംസ്ഥാനത്തെ 3ാമത്തെ പത്രമാണ്. ഒന്നാം പേജിൽ വാർത്ത കൊടുത്തിട്ടുണ്ടെങ്കിലും അത് അപ്രധാനമായാണ്. രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ എന്തോ ഒരു ആരോപണം ഉന്നയിച്ചു എന്ന നിസ്സാര മട്ടിൽ ഒരു വാർത്ത. 4 പതിറ്റാണ്ട് പത്രത്തിൽ ജോലി ചെയ്ത ആളെന്ന നിലയ്ക്ക് ഒരു വാർത്തയെ അതിന്റെ അവതരണത്തിലൂടെ എങ്ങനെ വലുതാക്കാം, എങ്ങനെ കൊല്ലാം എന്ന് നന്നായി അറിയാം. ഇതേസമയം പശ്ചിമ ബംഗാളിൽ CPM മുഖപത്രമായ ഗണശക്തിക്ക് അത് പ്രധാന വാർത്തയാണ്. ഇന്ത്യ മുന്നണിയിൽ അംഗം എന്ന നിലയ്ക്ക് CPM ജനറൽ സെക്രട്ടറി MA ബേബി ഇന്നലെ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് വേണ്ടി നടത്തിയ ബ്രീഫിംഗിൽ പങ്കെടുത്തിട്ടുമുണ്ട്. കേരളത്തിൽ കോൺഗ്രസ് മുഖ്യ ശത്രുവാണെങ്കിലും വാളയാർ ചുരം കഴിഞ്ഞാൽ CPMും കോൺഗ്രസും ബായിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് 2 അംഗങ്ങളെ ജയിപ്പിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിന്റെ പിന്തുണയിലാണ്. BJP മുഖപത്രമായ ജന്മഭൂമിക്ക് ഈ വാർത്ത തമസ്കരിക്കേണ്ടത് രാഷ്ട്രീയ ഉത്തരവാദിത്തമാണ്. മോദി 3ാം തവണ ഭരണത്തിൽ വന്നതും ഫഡ്നാവിസ് മഹാരാഷ്ട്രയിൽ മുഖ്യമന്ത്രിയായതും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ മുന്നിൽ നിർത്തി വോട്ട് കൊള്ളയടിച്ചെന്നുമാണ് രാഹുൽ ഗാന്ധി സമർത്ഥിച്ചത്. രാജ്യത്തെ ജനാധിപത്യത്തെ കൊല്ലാക്കൊല ചെയ്യുന്ന ഈ വാർത്ത ദേശാഭിമാനിക്ക് എന്തുകൊണ്ടാണ് അപ്രധാനമായി പോയത്? വെറും ഒരു ആരോപണം എന്ന നിലയ്ക്ക് ഈ വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയതിന് പിന്നിലെ ചേതോ വികാരം എന്താണ്? രാഷ്ട്രീയ വിഷയങ്ങളിൽ അവഗാഹമുള്ള BJP ജനാധിപത്യത്തെ തകർക്കുന്നു എന്ന് സത്യാനന്തരത്തിൽ ഓർമ്മിപ്പിക്കാറുള്ള M സ്വരാജ് റെസിഡന്റ് എഡിറ്ററായ ദേശാഭിമാനി എന്തുകൊണ്ട് ഗണശക്തി കാണിച്ച രാഷ്ട്രീയ ബോധമോ പ്രൊഫഷണലിസമോ കാണിക്കാതെ പോയി? ചീഫ് എഡിറ്ററായ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ മാഷ്ക്കും ഈ ചോദ്യത്തിന് ഒരു ഉത്തരമുണ്ടാകേണ്ടതാണ് എന്നുമാണ് കുറിപ്പ്. അതേസമയം രാഹുൽ ഗാന്ധിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകിയിരുന്നു. ആരോപണങ്ങൾ തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. കർണാടകയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രാഹുലിന് ഇത് സംബന്ധിച്ച് ഇന്നലെ തന്നെ കത്ത് നൽകി. BJPയുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒത്തുകളിച്ച് എന്നത് ഉൾപ്പെടെയുള്ള രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതികരിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഫാക്ട് ചെക്ക് വിഭാഗത്തിന്റെ കണ്ടെത്തൽ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടായിരുന്നു കമ്മീഷൻ പ്രതികരിച്ചത്. രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കമ്മീഷന് മുമ്പാകെ ഹാജരാക്കണം. അസംബന്ധ നിഗമനങ്ങളിൽ എത്തിച്ചേരരുത് എന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടിയിരുന്നു.